വീണപൂവ് എന്ന കവിത രചിച്ച മഹാകവി ആരാണ്? ഉത്തരം കുമാരനാശാൻ. ആശ കേരളം രചിച്ചത് കുമാരനാശാനാണ്. സ്നേഹഗായകൻ എന്നും കുമാരനാശാൻ അറിയപ്പെടുന്നു. മഹാകാവ്യം എഴുതാതെ മഹാകവിയായ വ്യക്തിയും കുമാരനാശാനാണ്. എന്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചത് ആരാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. വള്ളത്തോൾ മഹാത്മാഗാന്ധിയെക്കുറിച്ച് രചിച്ച കവിതയാണ് എന്റെ ഗുരുനാഥൻ. കേരള പാണിനി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഉത്തരം AR രാജരാജവർമ്മ. 2018 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ ആരാണ്? ഉത്തരം M മുകുന്ദൻ. 2018 ജ്ഞാനപീഠ പുരസ്കാരം നേടിയ വ്യക്തി? ഉത്തരം അമിതാഭ് ഘോഷ്. എന്റെ കഥ ആരുടെ ആത്മകഥയാണ്? ഉത്തരം മാധവിക്കുട്ടി. ബോബനും മോളിയും ആരുടെ സൃഷ്ടിയാണ്? ഉത്തരം ടോംസ്. കന്നിക്കൊയ്ത്ത് എന്ന കാവ്യ സമാഹാരത്തിന്റെ കർത്താവ് ആരാണ്? ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. SK പൊറ്റക്കാടിന്റെ ഒരു തെരുവിന്റെ കഥ എന്ന നോവൽ ഏത് തെരുവിന്റെ കഥയാണ് പറയുന്നത്? ഉത്തരം മിഠായി തെരുവ്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. ഇത് ആരുടെ വരികളാണ്? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. ഈ വരികൾ ആരുടെ തൂലികയിൽ നിന്നുള്ളതാണ്? ഉത്തരം വൈലോപ്പിള്ളി. ആധുനിക മലയാള വ്യാകരണത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം കേരള പാണിനീയം. ഒന്നൊന്നെങ്ങനെ എഴുതാം, വളവും വേണ്ട ചെരിവും വേണ്ട, കുത്തനെ ഒരു വര കുറിയ വര. ഈ വരികൾ ആരുടേതാണ്? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. സ്വന്തം ജീവിത അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് ആസ്വാദികരമായ രീതിയിൽ അവതരിപ്പിക്കുന്ന സാഹിത്യരൂപം? ഉത്തരം ആത്മകഥ. ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിൽ അന്ന് ആറ്റുനോറ്റിട്ടൊരു ഉണ്ണി പിറന്നു. ഈ വരികൾ ആരുടേതാണ്? ഉത്തരം ഇടശ്ശേരി. ബെന്യാമിന്റെ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന കൃതിയുടെ ഇംഗ്ലീഷ് വിവർത്തനത്തിന്റെ പേര്? ഉത്തരം ജാസ്മിൻ ഡേയ്സ്. കേരളത്തിലെ പ്രളയബാധിതരെ സഹായിക്കാനായി കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ പുസ്തകം? ഉത്തരം പ്രളയാക്ഷരങ്ങൾ. വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളുടെ വിശദ വിവരം അടങ്ങിയ പുസ്തകം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം റെഡ് ഡേറ്റ ബുക്ക്. ഇരയിമ്മൻ തമ്പി എന്ന പേരിൽ അറിയപ്പെടുന്ന കവിക്ക് ഇങ്ങനെയും ഒരു നാമമുണ്ട്. എന്താണ് ആ പേര്? ഉത്തരം രവിവർമ്മൻ തമ്പി. ഉള്ളത്തിൽ ഭയമേറുക മൂലം വെള്ളത്തിൽ ചിലർ ചാടിയൊളിച്ചു. ഈ വരികൾ ആരുടേതാണ്? ഉത്തരം കുഞ്ചൻ നമ്പ്യാർ. പത്രപ്രവർത്തനത്തെക്കുറിച്ച് മലയാളത്തിലുണ്ടായ ആദ്യ ഗ്രന്ഥം ഏതാണ്? ഉത്തരം വൃത്താന്ത പത്രപ്രവർത്തനം. ഇടശ്ശേരിയുടെ ഏത് കൃതിയിലാണ് നങ്ങേലി എന്ന കഥാപാത്രമുള്ളത്? ഉത്തരം പൂതപ്പാട്ട്. ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ എന്നീ മൂവർ സംഘം ഏത് രീതിയിലാണ് മലയാളത്തിൽ അറിയപ്പെടുന്നത്? ഉത്തരം പ്രാചീന കവിത്രയം. മലയാളത്തിലെ ആദ്യ വിദ്യാലയ പ്രസിദ്ധീകരണം ഏതാണ്? ഉത്തരം 1864 പുറത്തിറങ്ങിയ വിദ്യാസംഗ്രഹം. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാഗസിൻ ഏതാണ്? ഉത്തരം 1881 പുറത്തിറങ്ങിയ വിദ്യാവിലാസിനി. മലയാളത്തിലെ ആദ്യത്തെ ശാസ്ത്ര മാസിക ഏതാണ്? ഉത്തരം ധന്വന്തിരി. മലയാളത്തിലെ ആദ്യത്തെ കൃഷി മാസിക ഏതാണ്? ഉത്തരം കൃഷിക്കാരൻ. കേരളവർമ്മ വിവർത്തനം ചെയ്ത ഡച്ച് നോവൽ ഏതാണ്? ഉത്തരം അക്ബർ. ഋഗ്വേദം വിവർത്തനം ചെയ്ത കവി? ഉത്തരം വള്ളത്തോൾ. മലയാളത്തിലെ ആദ്യത്തെ വനിതാ മാസിക? ഉത്തരം 1887 പുറത്തിറങ്ങിയ കേരളീയ സുഗുണബോധിനി. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രവും. ഈ വരികൾ ഏത് കവിയുടേതാണ്? ഉത്തരം വയലാർ രാമവർമ്മ.
മലയാള കാവ്യശാഖയിൽ കാൽപ്പനികത്വത്തിന് പ്രതിഷ്ഠ നൽകിയ ആശാന്റെ പ്രമുഖ ഖണ്ഡകാവ്യങ്ങളിൽ പ്രഥമ പരിഗണന ഈ കൃതിക്കാണ്. ഏതാണ് ഈ കൃതി? ഉത്തരം വീണപൂവ്. സമകാലിക പശ്ചാത്തലവും വിപ്ലവകരമായ സാമൂഹിക ചിന്തയും ഉൾക്കൊള്ളാവുന്ന ആദ്യത്തെ കാവ്യമായും ഇത് അറിയപ്പെടുന്നു. ഏതാണ് ഈ കാവ്യം? ഉത്തരം ദുരവസ്ഥ. നായക കഥാപാത്രമായ തകഴിയുടെ കഥ. ഉത്തരം വെള്ളപ്പൊക്കത്തിൽ. കഥകൾ മാത്രം എഴുതുന്ന കഥാകാരൻ ആരാണ്? ഉത്തരം ടി പത്മനാഭൻ. സംവിധായകൻ ജോൺ എബ്രഹാമിന്റെ കഥാസമാഹാരം ഏതാണ്? ഉത്തരം നേർച്ചക്കോഴി. MTയുടെ ആദ്യ കഥാസമാഹാരം ഏതാണ്? ഉത്തരം രക്തം പുരണ്ട മൺതരികൾ. നാട്യപ്രധാനം നഗരം, ദരിദ്രം നാട്ടിൻപുറം, നന്മകളാൽ സമൃദ്ധം. ഇത് ആരുടെ വരികളാണ്? ഉത്തരം കുറ്റിപ്പുറത്ത് കേശവൻ നായർ. ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടന്നു, നടുനിവർക്കാൻ ഒരു കുളിർ നിഴൽ നടന്നു. പ്രശസ്തമായ ഈ വരികൾ ആരുടേതാണ്? ഉത്തരം ONV കുറുപ്പ്. അക്ഷരനഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പട്ടണം ഏതാണ്? ഉത്തരം കോട്ടയം. മാവിൻ ചുന മണക്കുന്ന മേടത്തിൽ മടിയിൽ പിറന്നവൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച കവി? ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ഐതിഹ്യമാലയുടെ കർത്താവ്? ഉത്തരം കൊട്ടാരത്തിൽ ശങ്കുണ്ണി. ഹോർത്തോസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യം എന്താണ്? ഉത്തരം മലബാറിലെ ഔഷധ സസ്യങ്ങൾ. ആറ്റൂരിന്റെ മേഘരൂപൻ എന്ന കവിതയിൽ പ്രത്യക്ഷമാകുന്ന കവി? ഉത്തരം P കുഞ്ഞിരാമൻ നായർ. കാളിദാസനെ നായകനാക്കി ONV കുറുപ്പ് രചിച്ച കാവ്യം? ഉത്തരം ഉജ്ജയിനി. ഒന്നും ഒന്നും കൂട്ടിയാൽ ഇമ്മിണി ബല്യ ഒന്ന് ഏത് കൃതിയിലുള്ളതാണ്? ഉത്തരം ബാല്യകാല സഖി. അപ്പുക്കിളി എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ച നോവലിസ്റ്റ് ആരാണ്? ഉത്തരം OV വിജയൻ. കയ്യൂർ സമര പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട നോവൽ? ഉത്തരം ചിരസ്മരണ. അടിയന്തരാവസ്ഥാ ജീവിതം പ്രതിപാദിക്കുന്ന സന്തോഷ് കുമാറിന്റെ നോവൽ? ഉത്തരം അന്ധകാര നാഴി. അധ്യാപക കഥകൾ എഴുതി വിഖ്യാതനായ കഥാകൃത്ത്? ഉത്തരം കാരൂർ നീലകണ്ഠപിള്ള. ആശാ മേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ? ഉത്തരം K ശ്രീകുമാർ. ദൈവമേ കൈത്തൊഴാം എന്ന് ആരംഭിക്കുന്ന പ്രാർത്ഥനാ ഗാനം രചിച്ച കവി ആരാണ്? ഉത്തരം പന്തളം കേരളവർമ്മ. ഇരുട്ടിൽ ഉറങ്ങാതിരിക്കുന്ന ഒരാൾ എന്ന കൃതി ആരെക്കുറിച്ചുള്ള പഠനമാണ്? ഉത്തരം വിജയകൃഷ്ണന്റെ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചുള്ള പഠനം. മലബാർ മാനുവൽ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ്? ഉത്തരം വില്യം ലോഗൻ. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം VV അയ്യപ്പൻ. നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ തൂലിക പടവാളാക്കിയ സാഹിത്യ നായകൻ ആരാണ്? ഉത്തരം VT ഭട്ടതിരിപ്പാട്. വന്ദേ മാതരം എന്ന ഗാനം ഉൾപ്പെടുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിലാണ്? ഉത്തരം ആനന്ദമഠം. ജുറാസിക് പാർക്ക് എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം മൈക്കൽ ക്രിക്ടൺ. വഴി വെളിച്ചങ്ങൾ ആരുടെ കൃതിയാണ്? ഉത്തരം APJ അബ്ദുൽ കലാം. ഒരു അധ്യാപകന്റെ ജീവിതം ചിത്രീകരിക്കുന്ന ജോസഫ് മുണ്ടശ്ശേരിയുടെ നോവൽ? ഉത്തരം പ്രൊഫസർ. ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വ്യക്തി? ഉത്തരം ശാന്തി പ്രസാദ് ജെയിൻ. മലയാള ഭാഷയുടെ ഉൽപ്പത്തി ഏത് ഭാഷയിൽ നിന്നാണ് രൂപം കൊണ്ടത്? ഉത്തരം തമിഴ്. മലയാളം ഏത് ഭാഷാ ഗോത്രത്തിൽ ഉൾപ്പെടുന്നു? ഉത്തരം ദ്രാവിഡം. JBS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന വിശ്വസാഹിത്യകാരൻ ആരാണ്? ഉത്തരം ജോർജ് ബെർണാഡ് ഷാ. ഏറ്റവും പുരാതനമായ വേദം? ഉത്തരം ഋഗ്വേദം.
തപാൽ സ്റ്റാമ്പിൽ ആദരിക്കപ്പെട്ട ആദ്യ മലയാള കവി ആരാണ്? ഉത്തരം കുമാരനാശാൻ. ബൈബിൾ രചിക്കപ്പെട്ട ഭാഷ ഏതാണ്? ഉത്തരം ഹീബ്രു. കുഞ്ഞുണ്ണി മാഷിന്റെ ആത്മകഥയുടെ പേര്? ഉത്തരം എന്നിലൂടെ. ഓമന തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ടിന്റെ രചയിതാവ് ആരാണ്? ഉത്തരം ഇരയിമ്മൻ തമ്പി.